ആ ഉണ്ട്. ഇജ്ജ വന്നെത്തി. ഹൈ ഫ്രണ്ട്സ്, ഞാൻ സുലേറ. ടുഡേ വ്ലോഗിൻ്റെ കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോസിൽ നമുക്ക് പുതിയൊരു മത്സ്യത്തെ കൂടി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ മത്സ്യത്തെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഇതാണ് ആ മീന്. ഈ മീനെ ഞങ്ങളിവിടെ കോട്ടി എന്നാണ് വിളിക്കുക. ചില സ്ഥലത്ത് ഇതിനെ ചില്ലങ്കൂരി എന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ ശരീരത്തിൽ ഇത് ഈ മുകൾ ഭാഗത്തും അതേമാതിരി ഈ രണ്ട് സൈഡിലും നല്ല കട്ടിയുള്ള മുള്ളുണ്ട് കേട്ടോ. മുള്ള് മാത്രമല്ല, മുള്ളിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ കൊക്കകളുമുണ്ട്. അപ്പോൾ ഇതിനെ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിലേ നല്ല കുത്ത് കിട്ടും. ഇപ്പം തന്നെയില്ലേ എൻ്റെ കയ്യുമ്മലിപ്പോൾ ഇത് കുറച്ച് കയറി. അപ്പോൾ ഇതിനെ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ച് പിടിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗം വെള്ള നിറാണ്. മുകൾ ഭാഗത്തേക്ക് എത്തേണ്ടിടത്തോളം ഇരുണ്ടിങ്ങനെ വരും കേട്ടോ. കാറ്റ് ഫിഷ് ഇനങ്ങളിൽപ്പെട്ട ഒരു മീനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മീശകളുണ്ട്. മുകൾ ഭാഗത്തും താഴ് ഭാഗത്തും 2 മീശകളുണ്ട്. എന്താ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ മീൻ എന്ന് പറഞ്ഞിട്ട് പൊതുവെ എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു മീനാണ് ചില്ലങ്കൂരി എന്ന് പറയേണ്ട ഈ ഒരു മീന്. നല്ല വലിയ മീശയുണ്ട്. ഇത് ഏകദേശം ഇതിങ്ങാടി കുറച്ചുകൂടിയും വലുതാവുള്ളൂ കേട്ടോ. ഏകദേശം 2 ഇഞ്ച് 2.5 ഇഞ്ചോളം മാത്രമേ ഈ മീൻ വലുതാവുള്ളൂ. കൂടുതലായിട്ടൊന്നും വലുതാവാത്തൊരു മീനാണ്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു മുള്ളിൻ്റെ എൻഡിൽ ഒരു കറുത്തൊരു പൊട്ടുണ്ട്. എന്നാൽ ചില ചില്ലങ്കൂരിക്ക് ഈ ഒരു പൊട്ട് കാണാറില്ല. എന്നാൽ അതൊരു മഞ്ഞ കലർന്ന വെള്ള നിറമായിരിക്കും സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ 2 ഇനം ചില്ലങ്കൂരി ഉണ്ടോയെന്നും സംശയമുണ്ട്, പക്ഷേ കൺഫേം അല്ല. അപ്പോൾ ഇത് ഒരിനം ചില്ലങ്കൂരിയാണ്.